ഹായ് ഹലോ വെൽക്കം ടു അബീസ് ട്രാവൽ വേൾഡ്. എല്ലാവർക്കും എൻ്റെ യാത്രാ ലോകത്തേക്ക് സ്വാഗതം. ഇപ്പോൾ ഉള്ളത് കോട്ടയത്താണ്. കോട്ടയത്ത് ഹിഡൻ രണ്ട് വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ഹിഡൻ വാട്ടർഫാൾസുകളാണ്. ഫാമിലിക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു വാട്ടർഫാൾസ് ആണ്. നമുക്ക് അധികം ദൂരം നടക്കാനൊന്നുമില്ല. കോട്ടയത്ത് പൂഞ്ഞാർ എന്ന ഗ്രാമപഞ്ചായത്തിലാണ് ഈ രണ്ട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്ത് തന്നെ നിന്ന് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നതാണ് ആദ്യത്തെ വെള്ളച്ചാട്ടം. അടിവാരം വെള്ളച്ചാട്ടം എന്നാണ് ആ സ്ഥലത്തിൽ പറയുന്ന പേര്. അടിവാരം വെട്ടുകല്ലുംകുഴി വാട്ടർഫാൾസ് എന്നും കൂടെ അതിന് പേരുന്നത്. അടിവാരം ജംഗ്ഷനിൽ നിന്ന് ഒരു 200 മീറ്ററേ ഉള്ളൂ ഈ വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പോൾ വണ്ടി നമുക്ക് പാർക്ക് ചെയ്ത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. വെള്ളച്ചാട്ടം കാണണ്ടേ? തൊട്ട് ബാക്കിലുള്ള വെള്ളച്ചാട്ടമാണ് അടിവാരം വെള്ളച്ചാട്ടം. കോട്ടയത്തെ അടിവാരമാണ്, പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലുള്ള അടിവാരം വെള്ളച്ചാട്ടം. എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? അടിപൊളിയല്ലേ? ഇന്നത്തെ നമ്മുടെ യാത്ര കോട്ടയത്തെ പൂഞ്ഞാറുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനാണ്. അതിലെ ആദ്യത്തെ വെള്ളച്ചാട്ടമാണ് ഈ അടിവാരം വെള്ളച്ചാട്ടം. ഈ കാണുന്ന നമ്മുടെ അടിവാരം വെള്ളച്ചാട്ടം. വെട്ടുകല്ലുംകുഴി വെള്ളച്ചാട്ടം എന്നും ഇതിന് പേരുണ്ട്. അടിവാരം ടൗണിൽ നിന്ന് വെറും 200 മീറ്റർ അകലെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. പ്രകൃതിയോട് വളരെയധികം ഇഴുകി ചേർന്ന് നിൽക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ചെറുതാണെന്നൊന്നും കരുതണ്ട, അത്യാവശ്യം നല്ല ആഴമുണ്ട്. വാഗമൺ സൈഡിൽ നിന്നും വെള്ളമൊഴുകി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്താൻ കഴിയുന്നു എന്ന് തന്നെയാണ്. നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവാം. ഈ വലതുവശത്തു കൂടി സ്വല്പം മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പോലെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുവഴി നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഫാമിലിയായിട്ടൊക്കെ വന്നത് ഇവിടെയൊക്കെ കുട്ടികളായിട്ട് ഇറങ്ങിയൊക്കെ നിൽക്കാൻ പറ്റും. ആഴമൊന്നുമില്ല, മുട്ടിലൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ അടിയിലിട്ടാൻ പറ്റും. മുകളിലത്തെ പാലത്തിൽ നിന്ന് തൊട്ട് താഴോട്ടൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടിയിലേക്ക് വരാൻ പറ്റും. ഇങ്ങോട്ടേക്ക് ചെറിയ ആഴമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ സൈൻ ബോർഡൊക്കെ ഉണ്ട്, ആഴത്തിന്റെ അളവൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഇവിടേക്ക് ഇറങ്ങി നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങോട്ടേക്ക് പോകുന്ന കുറച്ച് ഡേഞ്ചറാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് പോയിട്ട് വരാം. ഇവിടെ ഒന്നും ആഴമില്ല, കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആഴമുള്ളത്. നമുക്ക് 2 പേരെ കിട്ടിയിട്ടുണ്ട്. അവർ ഈ നാട്ടുകാരാണ്, അവർക്ക് ഈ വെള്ളച്ചാട്ടം നന്നായി അറിയുന്നവരാണ്. അപ്പൊ അവരുള്ള ധൈര്യത്തിൽ ഞങ്ങൾ കൂടുതൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് പോയി. അതിലൊരാൾ നല്ലോണം ഡൈവ് ചെയ്ത് കാണിച്ചൊക്കെ തന്നു. നല്ല ആഴമുണ്ട്. നമുക്ക് നീന്തി അപ്പുറത്തെ കരയിലോട്ട് പോകാനേ പറ്റത്തുള്ളൂ, നിൽക്കാൻ പറ്റത്തില്ല, നല്ല ആഴമുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ ഏതാണ്ട് തൊട്ടടുത്തൊരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടുന്ന് സ്വല്പം കൂടെ നടന്ന് നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ നല്ല ആഴമുണ്ട്. അവിടുന്ന് പിന്നെ നമുക്ക് നീന്തി അപ്പുറത്തെ കരയിലോട്ട് പോകാനേ പറ്റത്തുള്ളൂ, നിൽക്കാൻ പറ്റത്തില്ല. അപ്പം വരുന്നവർക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും കുളിച്ചിട്ട് പോവാം. ഞാനിപ്പോൾ നിൽക്കുന്ന പോലെ സേഫ്റ്റി ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുളിക്കാം. അല്ലാത്ത പക്ഷം അവർക്ക് ഇവിടെ നിന്നൊക്കെ ഡൈവ് ചെയ്ത് നീന്തി പുറത്തോട്ട് വരാൻ പറ്റും. അപ്പോൾ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്ക് മാത്രം. പിന്നെ ഒട്ടും പരിചയമില്ലാത്ത വെള്ളച്ചാട്ടം ആയതുകൊണ്ട് ആരും ആദ്യം തന്നെ ഒറ്റയ്ക്കൊന്നും വന്ന് ഇറങ്ങാൻ നിൽക്കരുത്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങി കുളിക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം അപകടമാണ്. അടിപൊളി വെള്ളച്ചാട്ടം. സ്വല്പം ആഴമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. റിസ്ക്കായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് ആഴത്തിലോട്ടൊന്നും ഇറങ്ങാതെ കരയിൽ നിന്നൊക്കെ കുളിക്കാം.
അല്ലെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഇറങ്ങുക, ഒറ്റയ്ക്ക് വരുന്നവരും നീന്തൽ അറിയാവുന്നവരും വലിയ എക്സ്പെർട്ട് ആയിരുന്നാൽ പോലും ആരെങ്കിലുമൊക്കെ ആളുകളുണ്ടെങ്കിൽ മാത്രം വിളിക്കുക. അങ്ങോട്ട് നല്ല കയമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. ഇവിടുത്തെ നാട്ടുകാരായ രണ്ടുപേരും ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവരാണ് ഇവർ. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. എന്തായാലും അവർ നമ്മളോടൊപ്പം വെള്ളച്ചാട്ടത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞു ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കായിട്ട് പോയി. അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് എന്തായാലും ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അവിടെ ബോർഡൊക്കെ എന്തായാലും അടിവാരത്ത് നിന്ന് ഇറങ്ങി രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. പൂഞ്ഞാർ തന്നെയാണ്. പൂഞ്ഞാറിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ അകലെയാണ്. 2 വെള്ളച്ചാട്ടവും പൂഞ്ഞാർ ജംഗ്ഷനിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ അകലെയാണ്. അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്ന പേര്. ഇവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ കാണുന്ന വഴി കൂടെ നടന്ന് താഴേക്ക് പോകണം. എത്ര ദൂരം നടക്കാനുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും നടന്നു നോക്കാം. അപ്പോൾ എന്തായാലും അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം. കുറേ റബ്ബർ കാട് വഴിയൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ബോർഡാണ് അവസാനത്തെ ബോർഡ്, അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം താഴേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് താഴേക്ക് പോവാം അല്ലേ. ഇവിടുന്ന് താഴോട്ടാണ് പോകേണ്ടത്. വണ്ടിയായിട്ട് ഇവിടെ പാർക്ക് ചെയ്യുക. അത് താഴേക്ക് പോകണം. ഫുള്ള് റബ്ബറും തോട്ടമാണ്. ഇങ്ങോട്ട് വരുന്ന വഴി മൊത്തം റബ്ബറും തോട്ടമാണ് കേട്ടോ. ഈ വഴി കൂടെ ഒക്കെ കയറി പോകണം. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. വരുന്ന വഴി മൊത്തം റബ്ബറും തോട്ടമാണ്. അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ബോർഡ് എല്ലായിടത്തും കാണും. സംശയം ഉണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചാൽ മതി. ലൊക്കേഷൻ ഇട്ട് വന്നാലും കറക്റ്റ് എത്താൻ സാധിക്കും. ഞാനിപ്പോൾ പോയ ഈ രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഉൾപ്പെടെ 2 വെള്ളച്ചാട്ടങ്ങളും ലൊക്കേഷനിൽ കറക്റ്റായിട്ട് സ്പോട്ട് കാണിക്കും. അപ്പോൾ ലൊക്കേഷൻ ഇട്ട് വന്നാൽ മതി. രണ്ടും പൂഞ്ഞാറിൽ നിന്ന് 9 കിലോമീറ്റർ ആണെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നന്നായിട്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കട്ടെ ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. സമയം ഇപ്പോൾ 5:30 ഞങ്ങൾ ഒരുപാട് വൈകി. വെള്ളച്ചാട്ടം ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ വ്യക്തമാകുന്നില്ല. അപ്പം ഇനി കുറച്ചുകൂടെ നടക്കണം. ദൂരെയായിട്ട് ഒരു നീർച്ചാല് പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഇതുവഴി ഇങ്ങനെ നടന്നു പോകണം. അപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാനായിട്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം അടുത്തൊക്കെ എത്താറായി. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ബൈക്ക് വെച്ചിട്ട് ഒരു 1 കിലോമീറ്റർ താഴെയുള്ളൂ ദൂരം. നമുക്ക് നടന്ന് വരാൻ പറ്റുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, റിസ്ക്കൊന്നുമില്ല. ഞങ്ങൾ ഒത്തിരി വൈകിപ്പോയി. സൂര്യാസ്തമയമൊക്കെ നടക്കാറായി, 5:45. അപ്പം ഇനി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളി. ഇതാണ് അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം. ഒരു ഹിഡൻ വെള്ളച്ചാട്ടമാണ്. ഇതാണ് കോട്ടയത്തെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്. നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം വീഴുന്നത്.
വെള്ളച്ചാട്ടമാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് അടിവാരം വെള്ളച്ചാട്ടം അടിവാരം ജംഗ്ഷനിൽ നിന്ന് തന്നെ 200 മീറ്റർ അകലെയുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. രണ്ടാമത് കാണിച്ചേക്കുന്ന ഈ അരുവിക്കച്ചൽ വെള്ളച്ചാട്ടം, ഇതും ലൊക്കേഷൻ ഇട്ട് വന്ന് നേരെ ഇനി വന്നാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. അപ്പോൾ രണ്ട് വെള്ളച്ചാട്ടവും നമുക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഹിഡൻ വെള്ളച്ചാട്ടമാണ്. അധികം ആൾക്കാരൊന്നും ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല. കുറച്ചുകൂടെ സേഫ് ഈ വെള്ളച്ചാട്ടമാണ്. നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങി നിന്ന് കുളിക്കാനൊക്കെ പറ്റും, കുഴപ്പമില്ല. നല്ല സേഫാണ്. പിന്നെ ചെറിയല്ല, നല്ല വഴുക്കലുണ്ട് പാറകളിൽ. അപ്പം വരുന്നവർ സൂക്ഷിക്കുക, അവരവരുടെ സേഫ്റ്റി നോക്കിയിട്ട് ഏതൊരു കാര്യത്തിലും ഇറങ്ങി പുറപ്പെടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇത്തരത്തിലുള്ള നല്ല വീഡിയോസുകളായി നിങ്ങളുടെ മുന്നിൽ എത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ബൈ.